പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ? ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് അദ്വൈതം എന്ന ചിത്രത്തിന് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതിയ ഗാനം ഹൈക്കോടതി ഇന്ന് ഉദ്ധരിച്ചത്. അയ്യപ്പന്റെ സ്വത്ത് സംരക്ഷിക്കേണ്ടവർ തന്നെ കൊള്ളക്കാരായി, ഇവർക്ക് ജാമ്യം നൽകാൻ കഴിയില്ല എന്ന് കോടതി നിരീക്ഷിച്ചു. മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കരദാസിന്റെ ആരോഗ്യനില മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് പരിശോധിക്കണമെന്ന് കോടതി പറയുന്നു. കൊള്ളയടിക്കപ്പെട്ട 4 കിലോ സ്വർണത്തിൽ വെറും 474 ഗ്രാം മാത്രമാണ് കണ്ടെടുത്തതെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കടുത്ത ഭാഷയിലാണ് ഇന്ന് കോടതിയോടെ ഓരോ വാക്കുകളും വന്നത്. കേസിൽ പ്രതികളായ 3 പേരുടെ ജാമ്യാപേക്ഷയാണ് ഇന്ന് കോടതിക്ക് മുന്നിലേക്ക് എത്തിയത്. ആരുടെയൊക്കെ ജാമ്യാപേക്ഷയാണ് എത്തിയത്? 1 A പത്മകുമാർ, 2 മുരാരി ബാബു, 3 ഗോവർദ്ധൻ. ഇവരുടെ ജാമ്യാപേക്ഷയാണ് കോടതി പരിഗണിച്ചത്. 3 പേരുടെയും ജാമ്യാപേക്ഷ കോടതി തള്ളി. ശബരിമലയിൽ നടന്നത് കൂട്ടക്കൊള്ളയെന്നാണ് കോടതി പറഞ്ഞത്. കൊള്ളയടിച്ചത് 4147 ഗ്രാം സ്വർണമാണ്. ആ നഷ്ടപ്പെട്ട 4147 ഗ്രാം സ്വർണത്തിൽ ആകെ കണ്ടെടുത്തത് വെറും 474 ഗ്രാം സ്വർണമാണെന്ന് കോടതി പറയുകയാണ്. അതായത് ആരാണോ അവിടെ സന്നിധാനത്തെ ശബരിമലയിലെ അയ്യപ്പന്റെ സ്വത്ത് സംരക്ഷിക്കേണ്ടത് അവർ തന്നെ കൊള്ളക്കാരായി എന്നുള്ളതാണ് കോടതിയുടെ വിമർശനം. നഷ്ടപ്പെട്ട മുഴുവൻ സ്വർണവും ബാക്കി ലഭിക്കേണ്ട എല്ലാ സ്വർണവും കണ്ടെത്തണമെന്ന് കൂടി ഹൈക്കോടതി പറയുന്നുണ്ട്. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം അത് ശങ്കരദാസുമായി ബന്ധപ്പെട്ടതാണ്. ശങ്കരദാസിന്റെ അസുഖം അത് പരിശോധിക്കണം എന്നുള്ളതാണ് കോടതി പറയുന്ന കാര്യം. KP ശങ്കരദാസിന്റെ ആരോഗ്യനില പരിശോധിക്കണം, മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണം, അതിനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നിട്ട് ആ മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് മുദ്രവെച്ച് 27-ന് ഹൈക്കോടതിയിൽ ഹാജരാക്കണമെന്നും പറയുന്നുണ്ട്. ഇനി പ്രതികളിലേക്ക് വന്നാൽ പ്രതികൾക്കും കടുത്ത ഭാഷയിലാണ് കോടതിയിൽ നിന്ന് ഇന്ന് വിമർശനമുണ്ടായത്. മുൻ MLA കൂടിയായ കോന്നി MLA ആയ A പത്മകുമാർ വലിയ സ്വാധീനമുള്ളയാളാണ് എന്ന് കോടതി പറയുകയാണ്. പത്മകുമാറിന് ജാമ്യം നൽകിയാൽ ഉറപ്പായും ഇപ്പോൾ നടക്കുന്ന SITയുടെ അന്വേഷണത്തിൽ ഇടപെടാൻ കഴിയും. അതുകൊണ്ട് ജാമ്യം നൽകാൻ കഴിയില്ല എന്നാണ് കോടതി പറയുന്നത്. മുരാരി ബാബു മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. മുരാരി ബാബുവിന്റെ പങ്കും ചെറുതായി കാണാനാകില്ല എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ വിമർശനം. എന്തായാലും കടുത്ത ഭാഷയാണ്, കടുത്ത വിമർശനമാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഈ വിഷയത്തിൽ വന്നത്. അത് മാത്രമല്ല, നമുക്ക് മറ്റൊരു കാര്യം കൂടി അറിയാം. ഈ തന്ത്രിയുടെ അറസ്റ്റിന് പിന്നാലെ മന്ത്രിയിലേക്ക് എന്തുകൊണ്ട് എത്തുന്നില്ല എന്ന് കോൺഗ്രസ് നേതാക്കളൊക്കെ ചോദിക്കുന്നുണ്ട്. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമായി അടുത്ത ബന്ധമെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരിക്കുന്ന മൊഴി. കടകംപള്ളി 2 തവണ തന്റെ വീട്ടിൽ വന്നുവെന്നും പോറ്റി മൊഴി നൽകിയിട്ടുണ്ട്. മന്ത്രിയാകുന്നതിന് മുൻപ് തന്നെ കടകംപള്ളിയെ അറിയാമായിരുന്നുവെന്നും പോറ്റി പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ തന്നെ ചില കാര്യങ്ങൾ സമ്മതിക്കുന്നുണ്ട്. പോറ്റിയുടെ വീട്ടിൽ പോയി, പക്ഷേ 1 തവണ മാത്രം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പ്രതിസന്ധിയിലാക്കുന്ന ചില വിശദാംശങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുമായി ബന്ധപ്പെട്ടാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി SITക്ക് നൽകിയ മൊഴിയിൽ കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളുണ്ടായിരുന്നു. അക്കാര്യമാണ് ഇന്ന് പുറത്തു വന്നത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രൻ തമ്മിൽ സൗഹൃദമുണ്ട് എന്നായിരുന്നു ആ മൊഴി. മാത്രമല്ല, കടകംപള്ളി സുരേന്ദ്രൻ 2 തവണ തൻ്റെ പുളിമാത്ത വീട്ടിൽ സന്ദർശനം നടത്തി എന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിട്ടുണ്ട്. അത് സൗഹൃദ സന്ദർശനമായിരുന്നു എന്നും അതിനൊപ്പം തന്നെ മറ്റു ചില ചടങ്ങുകളിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിൽ സൗഹൃദ സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും ആ മൊഴിയിലുണ്ട്. ഈ നേരത്തെ മാതൃഭൂമി ന്യൂസ് ഈ മൊഴി വിവരങ്ങൾ പുറത്തുവിട്ടതാണ്. ഇതിനൊപ്പം തന്നെ നേരത്തെ പത്മകുമാറിൻ്റെ മൊഴിയിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള ബന്ധത്തെ പറ്റി സൂചനകളുണ്ടായിരുന്നു. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നതോടെ പ്രതികരണവുമായി കടകംപള്ളി സുരേന്ദ്രനും രംഗത്തെത്തി. ഈ മൊഴി ഏതാണ്ട് സ്ഥിരീകരിക്കുന്നതാണ് കടകംപള്ളിയുടെ പ്രതികരണം. ഇന്നത്തെ പോറ്റിയുടെ വീട്ടിലല്ല ഞാൻ പോയത്, അന്നത്തെ പോറ്റിയുടെ വീട്ടിലാണ്. 2017-18 കാലമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കൃത്യമായിട്ട് ആ വർഷം ഞാൻ ഓർക്കുന്നില്ല. അതുകൊണ്ട് അവിടെ ഒരു ചെറിയ ചടങ്ങ് മറ്റോ നടക്കുന്നുണ്ടായിരുന്നു. ചടങ്ങ് എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഒരു ചെറിയ കുട്ടിയുടെ 1ാമത് ജന്മദിന ചടങ്ങോ അങ്ങനെ എന്തോ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആ ചടങ്ങിൽ പങ്കെടുത്തു, അവിടുന്ന് ഭക്ഷണം കഴിച്ചു, ഞാൻ ശബരിമലയ്ക്ക് പോവുകയും ചെയ്തു. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ കടകംപള്ളി സുരേന്ദ്രൻ ഒരുക്കമല്ല. ഇന്നത്തെ തരത്തിലല്ലല്ലോ അന്ന് ഞാനും പലരും പോറ്റിയെ കണ്ടിട്ടുള്ളത്. ശബരിമല സ്വാമിയുടെ ഒരു ശരിയായിട്ടുള്ള ഭക്തൻ എന്നുള്ള നിലയിലാണ് പോറ്റിയെ അന്ന് കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ പോകാൻ തന്നെ ഇടയായതില്ലെങ്കിൽ പോകുമായിരുന്നില്ല. അന്വേഷക സംഘത്തോട് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നോട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെ സന്ദർശനവുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾ കടകംപള്ളി സുരേന്ദ്രനെ അലോസരപ്പെടുത്തി. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു.
ഏതായാലും നിയമസഭാ സമ്മേളനത്തിൽ സോണിയാഗാന്ധിയും അടൂർ പ്രകാശുമായുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധം ഉന്നയിച്ച് പ്രതിപക്ഷത്തെ ആക്രമിക്കാനിരുന്ന ഭരണപക്ഷത്തിന് വീണ്ടും തിരിച്ചടിയായിരിക്കുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ബന്ധം. കടകംപള്ളിയുമായുള്ള ബന്ധത്തിന്റെ ഈ പുതിയ വെളിപ്പെടുത്തൽ ഉറപ്പായും ഭരണപക്ഷത്തിനെതിരെ, സർക്കാരിനെതിരെ പ്രതിപക്ഷം വലിയ ആയുധമാക്കി സഭയിൽ ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.